ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നൊരു കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ്. സർക്കാരിൻ്റെ വകയായിട്ട് കുറച്ച് സാധനം കിട്ടി, അത് ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ കുറച്ച് മണ്ണ്, ചാണകപ്പൊടി, പിന്നെ അവർ തന്ന കുറേ ഒരു ചാക്ക് വേപ്പിൻപിണ്ണാക്കൊരു പാക്കറ്റ്, എല്ലുപൊടി ഒരു പാക്കറ്റ്, അങ്ങനെ പിന്നെന്താ, പിന്നെ ചകിരിച്ചോറ്, പിന്നെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ, ഒരു ചാക്ക് വേറെ ഒന്നുമില്ല. അതെല്ലാം കൂടെ കൂട്ടി എടുത്ത് ഇട്ടാണ് പരിപാടി. അപ്പോൾ മോനപ്പോൾ അതൊക്കെ പാക്കറ്റ് തട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ അത് മിക്സ് ആക്കണം, മൊത്തത്തിൽ നല്ല മിക്സിങ് ആക്കി എടുക്കണം. ഇതിനവർ ഒരു 10 ചെടിച്ചട്ടിയും കൂടെ തന്നിട്ടുണ്ട്. ഈ ചെടിച്ചട്ടിയിൽ ഇത് ആക്കി അതിന് 10 തൈയുണ്ട്. ആ 10 തൈയും ഇത് നടണം. അപ്പോൾ അത് മിക്സ് ആകട്ടെ. മിക്സിങ് പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവന് ഭയങ്കര ആഗ്രഹം, ഞാൻ കാണിച്ചോളാം, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. ഇത് നമ്മൾ റോട്ടിലിട്ടാണ്. ആ മുന്നിൽ വശത്ത് ഒരു ചെറിയൊരു റോഡുണ്ട്, ഒരു കോൺക്രീറ്റ്, അത് ഇട്ടിട്ടാണ് പരിപാടി. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കണം. മുന്നിലൊക്കെ കാണുന്ന റബ്ബറും തോട്ടാണ്. ഇതിൻ്റെ താഴെ നേരെ പിന്നെ പുഴയുണ്ട്. പുഴയിൽ നിന്നാണ് മണ്ണൊക്കെ കൊടുക്കുന്നത് കേട്ടോ. മൊബൈൽ അവിടെ നിൽക്കുന്നില്ല വെച്ചിട്ട്. അപ്പോൾ അത് മിക്സാക്കി ലെവലാക്കി എടുക്കണം. കുറച്ച് പണിയാണ്. അവർ തന്ന് 500 രൂപക്കാണ് ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ കിട്ടിയത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ മുമ്പ് എഴുതി കൊടുത്താണ്. ഇപ്പോഴത്തെ ഭരണസമിതി അല്ല, കഴിഞ്ഞ ഭരണസമിതി പാസ്സാക്കിയിൽ കിട്ടിയതാട്ടോ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇതിലെല്ലാം ഭരണസമിതിയാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണസമിതി ആയിരുന്നു. ഇപ്രാവശ്യം എഴുതി കൊടുക്കുമ്പോൾ വേറെ എന്താണെന്നറിയില്ല. എന്തായാലും കോഴികളെ കിട്ടി. 8 കോഴികളുണ്ടെങ്കിൽ 2 എണ്ണം പട്ടിയൊക്കെ കൊടുത്തു, ബാക്കി 6 ഉണ്ട്. അവരങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നു. ഇപ്പോൾ അതിന് കുറേ പണിയെടുത്തു. നെറ്റ് കെട്ടി പുറത്തം മറച്ച്. പട്ടികളെ ഭയങ്കര ശല്യമാണ്. കാരണം പട്ടികൾക്കൊന്നും ഇപ്പോൾ പണ്ടത്തെ മാതിരി ഭക്ഷണം പുറത്തുനിന്ന് കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുക. ഞങ്ങളൊക്കെയാണ് പണ്ടമാനം പട്ടികളുണ്ട്. അവർ ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് അവരിപ്പോൾ അതിൻ്റെ ചുവ മനസ്സിലാക്കി. വീട്ടിലെ പട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വേവിച്ചിട്ടല്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇറച്ചിയാണെങ്കിൽ എന്താണ് വേവിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് രക്തത്തിൻ്റെ ചുവ കിട്ടില്ല. ഇത് പച്ചക്ക് കഴിക്കുമ്പോൾ രക്തത്തിൻ്റെ ചുവ കിട്ടി ശീലിച്ചാണല്ലോ അവർ മനുഷ്യരൊക്കെ കടിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കട്ടെ. മണൽ കലർന്നൊരു മണ്ണാണ് ഈ പുഴമൊക്കെ എടുത്തുകൊടുക്കുന്നത്. കാരണം അവിടെ അത് ഉള്ളൂ. ഈ കഴിഞ്ഞൊക്കെ പ്രളയത്തിലൊക്കെ വന്ന മണ്ണ്. അതായത് ഇതിൽ താഴോട്ട് ഇങ്ങനെ പോകണം, ആ പുഴയിലോട്ട് കേട്ടോ. ഇതെൻ്റെ വീടാണ് വലത് ഭാഗത്ത് കാണുന്നത്. അതിൽ താഴോട്ട് ഇങ്ങനെ പോകണം. ഇത് നേരെ മുന്നിലേക്കുള്ള ആ വശമാണ്. മുന്നിലേക്കുള്ള റോഡാകുമ്പോൾ അവിടുന്ന് നേരെ റോട്ടിലേക്ക് വരും. മെയിൻ റോഡല്ല കേട്ടോ, ഇതിന് ചെന്ന് വരുന്നത് വേറൊരു പോക്കറ്റ് റോഡിലേക്കാണ്. ആ പോക്കറ്റ് റോഡിൽ നിന്ന് പിന്നെ മെയിൻ റോഡിലേക്ക് കുറച്ച് പോകണം. അവിടെ നിന്നാണിത്. അവിടെ ഒരു അങ്കണവാടി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അത് കൊടുത്തത് എല്ലാവർക്കും. മുന്നിലെ കാണുന്ന മരങ്ങളൊക്കെ തേക്ക് മരം കേട്ടോ. അതിന് തേക്ക് വെച്ചതാണ് അവർ. ആ തേക്കൊക്കെ കടിഞ്ഞ് അതിൻ്റെ ഇലയൊക്കെ കടിഞ്ഞ് കോതിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെയിലാണ് അങ്ങോട്ട് വരിക കുറച്ച് കഴിഞ്ഞ്. അപ്പോൾ നല്ലവണ്ണം മിക്സാക്കി ലെവലാക്കി എടുക്കണം. കുറച്ച് പണിയാണ്. അതിന് മണ്ണ്, എല്ലുപൊടിയും വേപ്പിൻപിണ്ണാക്കൊക്കെ നന്നാക്കി എല്ലായിടത്തും മിക്സായി എത്തണം, എന്നാലേ അതിന് ഫലം ചെയ്യുള്ളൂ. അപ്പോൾ അത് മിക്സാക്കി കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ്. പിന്നെ ചട്ടിയിലേക്ക് നിറക്കണം. ചട്ടിയൊക്കെ ഉണ്ട്, 10 ചട്ടി ഉണ്ട്. 10 ചട്ടിയും 10 തൈയും. ആ 10 ചട്ടിയിൽ ഫുള്ളായി നിറക്കാൻ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ശ്രമിച്ചു നോക്കാം, ചിലപ്പോൾ ഫുള്ളായിട്ട് കിട്ടിയാലോ. എന്തായാലും ഫുള്ളായിട്ട് കിട്ടണം. മണ്ണ് നനക്കുമ്പോൾ പിന്നെ താഴോട്ട് അങ്ങനെ താഴ്ന്നു പോകും. പിന്നെ കുറച്ച് ഭാഗം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇടേണ്ടി വരും. കുറച്ച് കമുങ്ങുണ്ട്, അതിന് കൊണ്ടിടാം. ഈ കാണുന്ന ഞങ്ങൾ അയൽവക്കത്തെ ഒരു വീട് കേട്ടോ. ഇവിടെ കാണുന്നത് അവർക്കും ഞങ്ങൾക്കും ഒന്നിച്ചില്ല ഒരു റോഡാണിത്.
മിക്സ് ആയിട്ടില്ല, അത് കാണുന്ന പോലെയല്ല. ഇതിൽ ഈ ചണ്ടി മിക്സായി വരണേ കുറച്ച് പണിയാണ്. താഴത്തുനിന്ന് കുറച്ച് ചാണകപ്പൊടി ഈ പുഴവക്കത്തു നിന്നൊക്കെ എടുത്തേ. അപ്പോൾ അതിലൊക്കെ പശുക്കളൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചാണകം ഉണ്ടായിരുന്നു. അതൊക്കെ രാവിലെ പോയി അതൊക്കെ എടുത്ത്. ഇതിപ്പോൾ രാവിലെ പരിപാടി 8 മണി ആയിട്ടുള്ളൂ. പക്ഷെ നല്ല വെട്ടമുണ്ട്. 8-8:30 ആയിട്ടുള്ള സമയം. ഇത് കഴിഞ്ഞിട്ട് വേണം കടയിലേക്ക് പോകണമെങ്കിൽ. മോനെ സ്കൂളിലേക്ക് കൊണ്ടുവിടണം, അതൊക്കെ ചെയ്യണം. ഇത് കൊണ്ടുവന്ന് ചാക്കിൽ രണ്ട് ചാക്ക് മണ്ണ് കൊണ്ടുവന്നു. പിന്നെ അവർ തന്ന 2 ചാക്ക് കമ്പോസ്റ്റും എല്ലാം കൂടെ ഉള്ളത്. പിന്നെ ചാണകപ്പൊടി, അതൊരു ചാക്ക് ചാണകപ്പൊടി, എല്ലാം കൂടെയാണ്. എന്തായി തീരുന്ന വെറുതെ പണിയെടുക്കാനാണ്. നല്ല മെച്ചം കിട്ടിയാൽ മതിയായിരുന്നു. നാളെ വെയിൽ വല്ലാതെ അടിക്കില്ല, കാരണം കാനലുണ്ടാവുന്നുണ്ട്. ഇതൊന്നും കാനലിലൊന്നും ഒന്നും നടക്കില്ല. ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ. കിട്ടിയാലൊരു തക്കാളി കിട്ടും, വെണ്ടക്ക കിട്ടും. വെണ്ടക്കല്ല, തക്കാളി, പച്ചമുളക്, വഴുതന ഏതാ വഴുതന എന്നറിയില്ല. ഇത് കൃഷിഭവനൊക്കെ കിട്ടലുണ്ട് കേട്ടോ. ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെ വകയാണ് കിട്ടിയത്. കൃഷിഭവനിൽ നിന്ന് കിട്ടുന്നുണ്ട് തൈകളൊക്കെ. ഞാൻ ചിലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ, കാരണം കൊണ്ടുവന്ന് കുഴിച്ചിടാൻ നല്ലൊരു സ്ഥലമല്ലാതെ. ഇതുപോലെ ചട്ടിയിലൊക്കെ കുഴിച്ചിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കാം. പക്ഷേ ഈ വെയിലിനൊക്കെ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാണെങ്കിൽ ഭയങ്കര പണിയാണ്. കാരണം വാർപ്പിൻ്റെ ചൂട്, ഈ ചട്ടിൻ്റെ ചൂട്. മണ്ണിലാകുമ്പോൾ അത്ര തന്നെ ഒരു പ്രശ്നം വരില്ല. ഇതെല്ലാം കൂടെ മേലെ കൊണ്ടുപോയി വെച്ച് ലെവലാക്കി വെച്ച് നനച്ച് കൊണ്ട് നടക്കണം. കിട്ടിയാലൊക്കെ നല്ലതാണ്. നല്ല നമുക്ക് പറ്റുന്ന പച്ചക്കറികൾ തിന്നാം, നല്ല വിഷമില്ലാത്ത സാധനം തിന്നാം. പക്ഷെ ആരും മെനക്കെടില്ല കേട്ടോ. ഇതാണ് ചെടിച്ചട്ടി, അത്യാവശ്യം വലിയ ചട്ടിയാണ്. ഇത് തൈയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ, കോഴിക്കൾ നാശാക്കുന്നതിന് അതിൻ്റെ ഉള്ളിൽ വെച്ചതാണ്. ഈ ചട്ടിയിൽ നിറച്ചത് എവിടെ വെക്കുമെന്നുള്ളതാണ്. അതാണ്ടല്ലേ മുറ്റത്തിൻ്റെ ഏരിയകൾ കാണുന്നുണ്ടോ, കുറച്ച് ഏരിയ ഉള്ളതാണ്ടല്ലേ, കുറഞ്ഞ ഭാഗമുള്ള മുറ്റം. അതേപോലെ ബാക്കിലും കുറച്ചുണ്ട്. അവിടെയൊക്കെ കമുങ്ങിൻ തൈ വെച്ചിട്ടുണ്ട്. കമുങ്ങ് ഒക്കെ വലിയ തൈയാണ്, അപ്പോൾ അതിൻ്റെ കാനലുണ്ട്. അതിലൊക്കെ അത് ഉണ്ടായി കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഏതായാലും ഇത് നിറച്ച് നോക്കാം, എത്ര കൊണ്ട് ഉണ്ടാകും, എത്ര കണ്ട് നിറയ്ക്കാൻ പറ്റുമെന്നറിയില്ല. എന്താ ഇത് വെള്ളം നനഞ്ഞാൽ ഇതിങ്ങനെ മണ്ണ് അടിയിലേക്ക് പോകില്ലേ. അപ്പോൾ പിന്നെ രണ്ടാമത് മണ്ണ് ഇടേണ്ടി വരുമോയെന്നറിയില്ല. ഏതായാലും 2 കൊത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. 2 കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ അറിയാം, എല്ലാം നിറച്ച് 10 ചട്ടിയില്ലേ, അങ്ങനെ ഒരു ചട്ടിയായി. ബാക്കി 4 ചട്ടി ഇടുന്നുണ്ട്. 6 ചട്ടി വേറെ ഉണ്ട്. ഇതൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ടായാൽ ഫുള്ളായിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ കഴിയില്ല. ഇല്ലതിൽ ഇല്ല മണ്ണിൽ കുഴിച്ചിടേണ്ടി വരും. ഇപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണായിട്ടോ അപ്പോൾ ഇത് സംഭവം. ഇതാണ് തൈ അല്ലേ, വഴുതനങ്ങ, ഇത് മുളക്. ഇതാണ് ബാക്കി 6 ചട്ടി കേട്ടോ. 10 ചട്ടികൾ ഞാൻ നിറച്ചിവിടെ ബാക്കിയിൽ കൊണ്ടുവന്ന് വെച്ചു. വഴുതന, ഇത് മുളക് തൈ, വഴുതന തൈ, തക്കാളി തൈ. ഇനി ഇതുണ്ടായിട്ട് ബാക്കി പിന്നെ കാണാം. ഓക്കെ, ബൈ.